ആവണി ചാടി എണീറ്റു. എനിക്കിതൊന്നും വേണ, എനിക്കിത് പിടിക്കാതെ. മാരിവേൽ ആ സാരിയും മുല്ലമാലയും എടുത്തു മാറ്റി. അപ്പാവും അപ്പോഴേക്കും വന്നു കഴിഞ്ഞിരുന്നു. കടവുളെ, അപ്പാവും എന്ത് മാതിരി ആയിടിച്ച്, അപ്പ കാപ്പാത്ത്. ആവണി അപ്പാവുടെ കാലുകളിലേക്ക് വീണു. അയാൾ മകളെ കൈകളിൽ പിടിച്ചു പൊക്കി. ഉനക്ക് നല്ലത് കിടക്കും കണ്ണേ, അന്താള് പെരിയ പൈസക്കാര്, നീ ഒന്നും കവലപ്പെടാതെ. എനിക്ക് കല്യാണം വേണ, എനിക്ക് പെരിയ പ്രശ്നങ്ങളിരിക്ക്. ആവണി ഒഴിഞ്ഞു മാറി. ഇളയമ്മയുടെ മിഴികൾ തീജ്വാലകളായി. അവർ ഉച്ചത്തിൽ എന്തൊക്കെയോ ആക്രോശിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. ആവണിയെ സമാധാനിപ്പിച്ചുകൊണ്ട് അപ്പാവും തല കുമ്പിട്ട് പുറത്തിറങ്ങി. മാരിവേൽ പുറത്തേക്ക് ചാടിയിറങ്ങി. പിന്നീട് നടന്നതൊന്നും ആവണിക്ക് ഓർമ്മയില്ല. മാരിവേൽ ഭയങ്കര വഴക്കിടുന്നത് മാത്രമേ ആവണി കണ്ടുള്ളൂ. അവളുടെ ഉള്ളം ചുട്ടുനീറ്റി. ഇളയമ്മ എന്തൊക്കെയോ ഭാവിച്ചാണ്. അയൽപ്പക്കത്തു നിന്നും ആരൊക്കെയോ മുറ്റത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അതിനടുത്ത നിമിഷം തന്നെ മുത്തു ഓടി വരുന്നത് ആവണി കണ്ടു. മാരിവേലിനോട് എന്തൊക്കെയോ ചോദിക്കുന്നത് വാതിലിന് വിടവിലൂടെ അവൾ നോക്കി. സങ്കടം കൊണ്ട് ആവണിക്ക് തിക്കുമുട്ടുന്നുണ്ടായിരുന്നു. ആ കലഹം അരനാഴിക വരെ നീണ്ടു നിന്നു. മുത്തു മടങ്ങിപ്പോയിട്ടുണ്ടാവും എന്ന് ആവണിക്ക് തോന്നി. ആരും അന്ന് ഉറങ്ങിയില്ല. ആവണിക്ക് ഭയമുണ്ടായിരുന്നു. മുറിയിലേക്ക് ഏത് സമയവും അയാൾ കടന്നു വരുമെന്ന്. പക്ഷേ എന്തൊക്കെയോ അയാൾ ഇളയമ്മയോട് സംസാരിച്ച് ശബ്ദം വെച്ചുകൊണ്ടേയിരുന്നു. രാവ് തികച്ചും അപരിചിതവും ഭീതിജനകവുമായി അവൾക്ക് അനുഭവപ്പെട്ടു. ആ രാവിൽ ആവണിയും മാരിവേലും ഭക്ഷണം കഴിച്ചില്ല. ആരുടെ മേലും പരാതിയില്ലാതെ, ആർക്കു വേണ്ടിയും കാത്തിരിക്കാതെ തങ്ങളുടെ ജീവിതം പട്ടിണിയോടെയാണെങ്കിലും കഴിഞ്ഞു പോയിരുന്നു. ഇപ്പോൾ സമാധാനക്കേട് വന്ന് തങ്ങളുടെ ജീവിതത്തെ അപ്പാടെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആവണി ഏങ്ങലടിച്ചു കരഞ്ഞുകൊണ്ടേയിരുന്നു.